ഗത്സമനിയിലെ ഈശോയുടെ പ്രാർത്ഥനയാണ്: പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. ഈ ദിവസങ്ങളിലെ സുവിശേഷങ്ങളിൽ മുഴുവൻ എടുത്തു കാണുന്നൊരു വാക്കാണ് പിതാവിൻ്റെ തിരുഹിതം. ഇന്നത്തെ സുവിശേഷത്തിൽ കുഷ്ഠരോഗിയുടെ പ്രാർത്ഥനയും ഇതാണ്: കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്ക് ശുദ്ധി ഉണ്ടാവട്ടെ. ഈ പ്രാർത്ഥന മറ്റൊരു രീതിയിൽ നമുക്ക് കാണാം: ഇനിയൊരു പക്ഷേ കർത്താവ് ഓക്കെ അല്ലെങ്കിലും അങ്ങയുടെ ഹിതമാണ് എൻ്റെ ഹിതവും. ആ വിശ്വാസത്തിനും ദൈവാശ്രയ ബോധത്തിനും മുന്നിൽ കർത്താവ് വേറെ എന്തു ചെയ്യാനാണ്? കൈനീട്ടി അവനെ ഒന്ന് തൊട്ടുകൊണ്ടാണ് പറയുന്നത്: എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. ഒരു കാര്യം നമുക്ക് ഈ സുവിശേഷത്തിൽ കാണാൻ പറ്റുന്നത്, യേശു എല്ലാവർക്കും അപ്രോച്ചബിളാണ്. ആർക്കും കടന്നു വരാനാവും വിധം, ആർക്കും വിഷമങ്ങളും സന്തോഷങ്ങളും പങ്കുവയ്ക്കാനാവും വിധം ഈശോ എല്ലാവരെയും അവൻ്റെ അടുക്കലേക്ക് സ്വാഗതം ചെയ്യുന്നു. സമൂഹം ഭ്രഷ്ട് കൽപ്പിച്ച കുഷ്ഠരോഗി ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ കർത്താവിനെ കാണണമെന്നുണ്ടെങ്കിൽ കർത്താവ് അവനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. സമൂഹം ഒറ്റപ്പെടുത്തിയ ഒരാളെയാണ് ഈശോ ഇത് ചേർത്ത് പിടിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെപ്പോലെ ഹൃദയവിശാലത ഉള്ളവരാകുവാൻ, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന നല്ല മനുഷ്യരായി വളരുവാൻ.